സ്വന്തമായിട്ട് ക്ലിനിക്ക് വിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ലേഡി ഡോക്ടറും അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന മെയിൽ സ്റ്റാഫുമായിട്ട് അവിഹിതത്തിലാകുന്നു. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡാർക്ക് സെഡക്ഷൻ എന്ന് പറഞ്ഞാൽ 2011 റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്ന ലോറ എന്ന് പറഞ്ഞ സർജനെയാണ്. ലോറയാണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവളുടെ തന്നെ ഒരു പ്ലാസ്റ്റിക് സർജറി ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ലോറയാണെങ്കിൽ അവളുടെ ഒരു ഫീമെയിൽ പേഷ്യൻറ്റിൻ്റെ ഡ്രസ്സൊക്കെ ഇവർ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് മെയിൽ നേഴ്സ് ആയിട്ടുള്ള ഗുസ്താവോ കയറി വരുന്നത്. പക്ഷെ അവനാണെങ്കിൽ ആ പെണ്ണിനെ മൈൻഡ് പോലും ചെയ്യാതെ അങ്ങോട്ടേക്ക് ഒരു ഡോക്യുമെൻറ്റ്സ് വെച്ച ശേഷം തിരിച്ചിറങ്ങി പോരും. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം ലോറ എന്ന ഗുസ്താവോനെ കാണുമ്പോഴാണ് അറിയുന്നത് ഗുസ്താവോ ആണെങ്കിൽ ഒരിക്കലും ഇവളെപ്പോലെ ഡോക്ടറാകാൻ വേണ്ടി നടന്നായിരുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ലോറയാണെങ്കിൽ അവൻ ഗേ ആണെന്നുള്ളൊരു സംശയം ചോദിക്കാം. കാരണം എന്ന് വെച്ചാൽ ആരായാലും ഒരു പെണ്ണ് ഡ്രസ്സ് ഇടാതിരിക്കുമ്പോൾ നോക്കും. പക്ഷേ ഇവനാണെങ്കിൽ അന്ന് അതൊന്നും മൈൻഡ് ചെയ്യാതെ പോയി. ആധാരം ചോദിക്കുമ്പോഴത്തേക്കിനും അവൻ പറയും അതുകൊണ്ടൊന്നുമല്ല, അവനാണെങ്കിൽ അങ്ങനെ ചുമ്മാ നടക്കുന്ന ഗേൾസിനോടൊന്നും താല്പര്യമില്ല, എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ലോറയെ പോലുള്ളവരോട് താല്പര്യം എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കും ലോറയാണെങ്കിലും ഒന്ന് ഇമ്പ്രസ് ആവും. അന്ന് വൈകുന്നേരം ലോറയാണെങ്കിൽ അവളുടെ കൂട്ടുകാരായിട്ടുള്ള എഡ്വേർഡോയുടെ കൂടെ ഡിന്നറിന് പോയത്. അവിടെ വെച്ച് ലോറ അവനോട് ചോദിക്കും അവളെ വിവാഹം കഴിക്കാവോ, കാരണം ഇപ്പം തന്നെ അവൻ അത്യാവശ്യം നല്ല പ്രായം തോന്നി തുടങ്ങിയെന്ന് പറയും. പക്ഷെ അവനാണെങ്കിൽ അതിനൊന്നും സമ്മതിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കോളേജിൽ വെച്ച് അവനൊരിക്കലും ഇവളെ പ്രപ്പോസ് ചെയ്തായിരുന്നു. അന്ന് അവൾ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കും. പക്ഷെ അവൾ പറയും അന്നാണെങ്കിൽ കരിയറിൽ ഫോക്കസ് ആയിരുന്നു, ഇപ്പം അങ്ങനെയല്ല, അവളും സക്സസ് ആയെന്ന് പറയും. പിറ്റേ ദിവസം ലോറയാണെങ്കിൽ അവളുടെ ഒരു പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ഗുസ്താവോ എന്നത്തെ പോലെ കയറി വരുന്നത്. കോയിൻസിഡൻ്റ് ആയിട്ട് തന്നെ ആ ലോറയുടെ പേഷ്യൻ്റ് എന്ന് പറയാൻ ഗുസ്താവോയുടെ ഒരു ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ചിട്ട് ഗുസ്താവോ ഇറങ്ങിപ്പോകും. അന്നേരമാണ് ലോറയാണെങ്കിൽ ആ പേഷ്യൻറ്റിനോട് ഗുസ്താവെ പറ്റിയൊക്കെ ചോദിക്കുന്നത്. അന്നേരം ആ പേഷ്യൻറ്റ് പറയും അവർ തമ്മിൽ പണ്ട് നെയ്ബേഴ്സ് ആയിരുന്നത്. പിന്നീട് ദിവസം ലോറയോട് ഗുസ്താവോ അവൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ ആ ഇയറിനെ പറ്റി ചോദിക്കും. അന്നേരം അവൾ പറയും ശരിക്കും അവളുടെ ഏജ് അറിയാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും അല്ല, അവനെ അവളെപ്പോലെ തന്നെ പുതിയൊരു ക്ലിനിക്ക് തുടങ്ങാനാണെന്ന് പറയും. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ലോറയ്ക്ക് വീണ്ടും അവനോട് ഒരു ഇമ്പ്രഷനൊക്കെ കൂടും. പിറ്റേ ദിവസമാണെങ്കിൽ ലോറയുടെ ബർത്ത്ഡേ ആയിരുന്നു. അന്നാണെങ്കിൽ ഗുസ്താവോ വന്ന് അവൾക്ക് കുറേ റോസസ് ഒക്കെ കൊടുത്ത ശേഷം അവളെ അന്ന് വൈകുന്നേരത്തെ ഡിന്നറിന് വേണ്ടി ക്ഷണിക്കും. വൈകുന്നേരം അവർ തമ്മിൽ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗുസ്താവോ ആണെങ്കിൽ അവൻ്റെ ഗ്രാൻഡ് മദറിനെ ഒരുപാട് മിസ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നത്. പിന്നീട് അവൻ ലോറയോട് ചോദിക്കുന്ന അവളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ ആയിരുന്നു. പക്ഷെ അവളാണെങ്കിൽ പെട്ടെന്ന് അവിടെ വെച്ച് വിഷയം മാറ്റി വിടും. വൈകുന്നേരം ലോറനെ വീട്ടിൽ കൊണ്ടുപോയിട്ട ശേഷം അവനാണെങ്കിൽ അവളോട് അവനും കൂടെ അകത്തോട്ട് വന്നോട്ടേയും ചോദിക്കും. കാരണം അവനാണെങ്കിൽ അവളുടെ കൂടെ കുറേ റൊമാൻറ്റിക് മൂവ്മെൻ്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞ് പതിയെ അവളെ ചുംബിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവളാണെങ്കിൽ തട്ടി മാറ്റും. ഗുസ്താവോയ്ക്ക് അവൻ ചെയ്ത് അബദ്ധമായെന്ന് തോന്നിയിട്ട് അവൻ സോറി പറഞ്ഞിട്ട് അങ്ങ് പോകും. പിറ്റേന്ന് ലോറ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് അവിടെ റൊസാറിയോ എന്ന് പറഞ്ഞ ഒരു പേഷ്യൻറ്റ് ഫേസ് സർജറി ചെയ്യാൻ വേണ്ടി വരുന്നത്. അവളാണെങ്കിൽ ലോറയുടെ ആദ്യത്തെ പേഷ്യൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഈ സർജറിയുടെ പൈസ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലോറ ആണെങ്കിൽ അവളോട് ദേഷ്യപ്പെട്ട് വെളിയിലാക്കും. അന്നേരമാണ് റൊസാറിയോ ആണെങ്കിൽ അവളുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ഉടനെ തന്നെ ഫേസ് സർജറി ചെയ്ത് തരാനൊക്കെ പറയുന്നത്. ഗുസ്താവോ ഇത് കണ്ട് ഓടി വന്നിട്ട് പതിയെ റൊസാറിയോനെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം അവളുടെ നിന്ന് കത്തിയെല്ലാം മേടിക്കും. എന്നാൽ ലോറയ്ക്കാണെങ്കിൽ ഗുസ്താവോട് പതിയെ ഒരു അഫക്ഷൻ തോന്നി അവനുമായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കും. അന്ന് വൈകുന്നേരം എഡ്യൂർ ആണെങ്കിൽ ലോറയുടെ വീട്ടിലേക്ക് വന്നിട്ട് അവൾക്ക് കുറേ ഫോട്ടോസ് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കും. ലോറയ്ക്കാണെങ്കിൽ അതും വളരെ ഇഷ്ടപ്പെട്ട് അവനെ കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞാണ് അവനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന റോസാപ്പുകൾ കണ്ട് അതിനെപ്പറ്റി ചോദിക്കുന്നത്. അന്നേരം ലോറയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയും. അതുപോലെ തന്നെ ഇവൾക്കാണെങ്കിൽ പതിയെ ഗുസ്താവോയുടെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയെന്നുള്ള കാര്യം. അത് കേൾക്കുമ്പോൾ തന്നെ എഡ്യൂറ പറയും ആളെ ശരിക്കും മനസ്സിലാക്കാതെ ആ പ്രപ്പോസൽ കയറി അക്സെപ്റ്റ് ചെയ്തേക്കല്ലെന്ന്. അന്ന് രാത്രി അവൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഗുസ്താവോ വീണ്ടും അങ്ങോട്ട് വരും. അവൻ അവിടെ വന്ന ശേഷമാണെങ്കിൽ അവൻ്റെ ഒരു ഫേവററ്റ് ബുക്കും അവിടെ വെക്കും. അതുപോലെ തന്നെ അവൾക്ക് ഗിഫ്റ്റായിട്ട് അവളുടെ ഒരു ഫേവററ്റ് മ്യൂസിക് സിഡിയും കൊടുക്കും. പിന്നീട് അവർ തമ്മിൽ ഒരുമിച്ച് ഉറങ്ങാൻ പോയ ശേഷം ഫിസിക്കലായിട്ട് ബന്ധപ്പെടും. ദിവസമാണെങ്കിൽ രണ്ടുപേരും കൂടെ ഡ്യൂട്ടിക്ക് പോകും. അവിടെ വെച്ച് പതിയെ ഗുസ്താവോ ലോറയുടെ ഓഫീസിലേക്ക് കയറി വന്നിട്ട് വീണ്ടും ഒരു ബന്ധപ്പെടും. അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധം ആഴത്തിലായി വന്ന ശേഷം ഗുസ്താവോ വന്ന് വൈകുന്നേരം ലോറയുടെ വീട്ടിലേക്ക് പോകും. അവിടെ വെച്ചാണ് എഡ്വേർഡോനെ പരിചയപ്പെടുന്നത്. അവനെ കാണുമ്പോൾ തന്നെ ഗുസ്താവോയ്ക്ക് ഒരു അസൂയൊക്കെ തോന്നി തുടങ്ങും. പിന്നീട് എഡ്വേർഡോ പോയി കഴിഞ്ഞാണെങ്കിൽ രണ്ടുപേരും ഇവൻ്റെ പേര് കിടന്ന് വഴക്കുണ്ടാക്കും. ഗുസ്താവോ ആണെങ്കിൽ എഡ്വേർഡെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇനി അവനെ ഇങ്ങോട്ട് വരത്തില്ല എന്നൊക്കെയുള്ള കാര്യം പറയും. ലോറയാണെങ്കിൽ പതിയെ അവനെ ആശ്വസിപ്പിക്കാനായിട്ട് അവൻ്റെ അടുത്തേക്ക് വന്ന് പിന്നീട് അവർ തമ്മിൽ അവിടെ നിന്ന് ബന്ധപ്പെടും. പതിയെ ഗുസ്താവാണെങ്കിൽ ലോറയോട് അവനെ വിവാഹം കഴിക്കുന്നതിനെ പറ്റിയൊക്കെ ചോദിക്കും. പക്ഷേ ലോറ പറയും അവൾക്കാണെങ്കിൽ ഒരിക്കലും ഒരു ഹൗസ് വൈഫായിട്ട് ജീവിക്കുന്നതിൻ്റെ ചിന്തിക്കാൻ കൂടി വയ്യ. ശരിക്കും അവൾ കോളേജിൽ വെച്ച് ഒരുപാട് തവണ പ്രഗ്നൻ്റ് ഒക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എഡ്വേർഡോ പോലും അവളെ പ്രപ്പോസ് ചെയ്തു. പക്ഷേ ഇവളതൊന്നും അക്സെപ്റ്റ് ചെയ്യാത്തതിന് കാരണം ഇവൾക്ക് അങ്ങനെ ഒരു ഹൗസ് വൈഫായിട്ട് ജീവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നെന്ന് പറയും. പിന്നീട് എല്ലാ അവസ്ഥയും പോലെ ലോറയാണ് ഈ ക്ലിനിക്കിലേക്ക് പോകുമ്പോഴാണ് അയൽവാസി വിളിച്ചിട്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അവൾ നോക്കുമ്പോഴത്തേനും അവളുടെ വീട്ടിലേക്ക് ഗുസ്താവോ ആണെങ്കിൽ അവൻ്റെ ലഗേജുകളെല്ലാം പാക്ക് ചെയ്ത് കയറ്റിയായിരുന്നു. അവളതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേനും അവൻ പറയും അവനെയാണെങ്കിൽ ആ വീടിൻ്റെ ഉടമസ്ഥനെ ഇറക്കി വിട്ടെന്ന്, അതുകൊണ്ട് ഇന്നത്തോട്ട് ഇവളുടെ കൂടെ താമസിക്കാൻ പോകാമെന്ന്. പിന്നീടുള്ള സമയങ്ങളിലാണെങ്കിൽ അവൻ ഒറ്റയ്ക്കൊരു മുറി പോയിരിക്കുന്ന കാണുമ്പോഴത്തേക്കും അവൾ പോയി കാര്യം അന്വേഷിക്കും. അന്നേരം അവൻ പറയും അവനാണെങ്കിൽ അവൻ്റെ ഗ്രാൻഡ് മദറിനെ മിസ് ചെയ്തിട്ട് അവരെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറയും. ലോറയാണെങ്കിൽ ഇവനിങ്ങനെ പതിയെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും എഡ്വേർഡിനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയും. അന്നേരമാണ് അവൻ പറയുന്നത് അവനെ പതിയെ വെളിയിലേക്കൊക്കെ ഇറങ്ങി രാവിലെ ഒരു മോർണിംഗ് വാക്കിന് പോകാനൊക്കെ. അങ്ങനെ രാവിലെ ലോറ വന്ന് ഗുസ്താവോട് പറയും അവളാണെങ്കിൽ എന്നും മോർണിംഗ് വാക്കിന് പോയ ശീലമുണ്ട്, അതുകൊണ്ട് ഇനി തൊട്ട് ഇവർക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയും. പക്ഷേ ഗുസ്താവോ ആണെങ്കിൽ അന്നേരം റൊമാൻറ്റിക് മൂഡിലായിരുന്നു. അവനാണെങ്കിൽ അവളെ എടുത്തുകൊണ്ട് നേരെ റൂമിലേക്ക് പോയി അവിടെ വെച്ച് അവർ തമ്മിൽ ബന്ധപ്പെടും. പിറ്റേ ലോറ ആണെങ്കിൽ ക്ലിനിക്കിലൊക്കെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോഴത്തേക്കും അവനാണെങ്കിൽ പതിയെ അവൾക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് ലോറ ശ്രദ്ധിക്കുന്നത് എഡാർഡോയുടെ പെയിൻറ്റിംഗ് ആണെങ്കിൽ ആരോ അവിടെ നിന്ന് മാറ്റിയായിരുന്നു. അതിനെപ്പറ്റി ഗുസ്താവോട് ചോദിക്കുമ്പോൾ അവൻ പറയും ആ പെയിൻറ്റിംഗ് കണ്ടിട്ട് ഇവന് പേടിയും കൂടെ വന്നു. അവൻ്റെ വലിയമ്മയാണെങ്കിൽ എപ്പോഴും പറയും അതുകൊണ്ട് പേടിപ്പിക്കുന്ന പെയിൻറ്റിംഗ് ഒന്നും വീട്ടിൽ വെക്കല്ലെന്നും.
ഇത് കേൾക്കുമ്പോഴത്തേനും അവൾക്ക് ദേഷ്യം വരും. അവൾ പറയും ആ പെയിൻറ്റിങ് അതുപോലെ തന്നെ എങ്ങനെയും തിരിച്ച് അവിടെ വെക്കണമെന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം അവളാണെങ്കിൽ കുളിക്കാൻ പോകുമ്പോഴത്തേക്കും ഇവനും പുറകെ കയറിച്ചെന്ന് അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ച് വീണ്ടും ബന്ധപ്പെടും. പിറ്റേന്ന് വീണ്ടും ഇവൾ എഡ്വേർഡോട് കൂടെ നടക്കാൻ ഇറങ്ങും. അന്നേരം അവൾ ഗുസ്താവോയുടെ ക്യാരക്ടറിനെ പറ്റി പറയാനാണെങ്കിൽ ഭയങ്കര പൊസസീവ്നെസ് ഉള്ള ക്യാരക്ടറൊക്കെ. അതുപോലെ തന്നെ എഡ്വേർഡ് ഇനി ഒരുപാട് വീട്ടിലേക്ക് വരേണ്ട അവനത് ഇഷ്ടപ്പെടുന്നില്ല. എഡ്വേർഡ് ആണെങ്കിൽ ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അവൻ പറയും അത് എല്ലാ ആണുങ്ങൾക്കും ഉള്ളതാ, അതൊന്നും വലിയ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും. അന്ന് വൈകുന്നേരം ലോറ വീട്ടിൽ ചെന്ന് ഡിന്നറിന് പോകാൻ ഇറങ്ങുമ്പോഴാണ് ഗുസ്താവോ വന്നിട്ട് അവളാണെങ്കിൽ എന്ന് വിടുന്ന ഡ്രസ്സ് തന്നെ ഈ ഡ്രസ്സ് ഇടണ്ടെന്ന് പറയുന്നത്. ആണെങ്കിൽ അവൾക്ക് വളരെ ദേഷ്യം ഉണ്ടാക്കും. കാരണം അവൾ പറയും അവളുടെ ഡ്രസ്സിങ്ങൊക്കെ അവളുടെ ചോയ്സ് തന്നെ എന്ന് പറയും. പക്ഷേ ഗുസ്താവ് ആണെങ്കിൽ അവൾ മറ്റേ ഡ്രസ്സ് ഡിന്നറിന് വരത്തില്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവളാണ് തൽക്കാലം ഡ്രസ്സ് മാറിയേക്കാന്ന് ഓർത്ത് പോകും. അന്നേരമാണ് ഇവൻ വീണ്ടും തീരുമാനം മാറ്റി പുറകെ വന്നിട്ട് അവളോട് പറയുന്നത് എന്നാൽ 2 മിനിറ്റ് ബന്ധപ്പെട്ട ശേഷം പോകാൻ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയും. ലോറയാണെങ്കിൽ ഇപ്പോൾ അവൾക്ക് പറ്റിയ മൂഡല്ലെന്നൊക്കെ പറഞ്ഞ് മാറാൻ നോക്കും. പക്ഷേ അവനാണെങ്കിൽ അവളെ ഫോഴ്സ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അവൾ അവനെ തട്ടി മാറ്റിയ ശേഷം അവിടെ ഓടി രക്ഷപ്പെടും. പക്ഷേ ഗുസ്താവ് ആണെങ്കിൽ അവളെ വിടാതെ പുറകെ പിന്തുടരും. അന്നേരമാണ് അവൾ അടുക്കളയിലേക്ക് ഓടി ചെന്ന ശേഷം കത്തിയെടുത്ത് പിടിച്ചിട്ട് അവനുടനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നത്. അങ്ങനെ ഗുസ്താവ് പതിയെ ആ സ്ഥലം കാലിയാക്കി അങ്ങ് പോകും. പിന്നീട് അവൾ നേരെ കാര്യമെല്ലാം വിളിച്ച് എഡാർഡോട് പറയും. അവനാണെങ്കിൽ ഉടനെ പറയും അങ്ങനെയാണെങ്കിൽ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് കൂടെയെന്ന്. പക്ഷേ ലോറ പറയും അവൻ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ ചെയ്തേ, അതുകൊണ്ട് തന്നെ ഇവൾക്കാണെങ്കിൽ അവനെ അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്ത് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണമെന്നൊന്നും ഇല്ലെന്ന് പറയും. പിറ്റേ ദിവസം എഡാർഡാണെങ്കിൽ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഓഫീസിൽ പോകാൻ തുടങ്ങുമ്പോഴാണ് ഗുസ്താവ് ഒളിഞ്ഞ് വന്നിട്ട് അവനെ അവിടെ ഇട്ട് തല്ലുന്നത്. അങ്ങനെ എഡാർഡാണെങ്കിൽ ആശുപത്രിയിലാകുമ്പോഴത്തേക്കും ലോറയാണെങ്കിൽ അവനെ കാണാൻ വേണ്ടി വരും. എഡാർഡാണെങ്കിൽ ലോറയോട് പറയും ഇതെല്ലാം ചെയ്ത ഗുസ്താവ് ആണെന്നും അവൻ ശരിക്കും കണ്ടാന്നും പറയും. ലോറ പറയും അവനാണെങ്കിൽ ഇവനോട് അസൂയ ഉണ്ടെന്നൊക്കെയുള്ള സത്യം, പക്ഷേ അവൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് പറയും. എഡാർഡാണെങ്കിൽ തർക്കിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇനി ഇവളുടെ വീട്ടിലേക്ക് വരത്തില്ല, ഇവന് ശരിക്കും പേടിയാ, ശരിക്കും അവനെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് അവൻ്റെ കൂടെ ജീവിക്കണമെന്ന് ലോറയോട് പറയും. അപ്പോൾ അതിൽ ലോറയ്ക്കും എന്തൊക്കെ ഒരു പേടി തോന്നി തുടങ്ങും. ലോറയാണെങ്കിൽ ഉടനെ തന്നെ ഗുസ്താവയുടെ പാസ്റ്റ് എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കും. വീട്ടിൽ വന്ന ശേഷമാണെങ്കിൽ ലോറ വീടെല്ലാം അരിച്ച് വിടർക്കുമ്പോഴത്തേനും ഗുസ്താവ് ഇടയ്ക്ക് അവിടെ വെച്ചിട്ട് ഒരു ബുക്ക് കാണും. അവൾ പറ്റി ബുക്ക് മറിക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് അവൻ എപ്പോഴും പറയുന്ന അവൻ്റെ വല്യമ്മയുടെ പിക്ചർ കാണുന്നത്. ലോറ പിന്നീട് പോകുന്നതെന്ന് വെച്ചാൽ ഈ ഗുസ്താവ് കൊണ്ട് താമസിച്ചെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ ചെന്നതിന് ലോറയാണെങ്കിൽ അവിടുത്തെ ഒരു അയൽവാസിയുടെ വീട്ടിലേക്ക് കയറും. അതാണെങ്കിൽ ലോറയുടെ പഴയ ഒരു പേഷ്യൻറ്റ് വരുന്നത്. കുറേ അവിടോട്ട് ഗുസ്താവോടെ ഫുൾ പാസ്റ്റിനെ പറ്റി ചോദിക്കും. അന്നേരം ആ നെയ്ബർ പറയുന്നത് ഗുസ്താവോയ്ക്കാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ പേരൻസ് എല്ലാം നഷ്ടപ്പെട്ടതായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ അനാഥനായിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഇവിടെ ഉണ്ടായിരുന്ന ലേഡിയാണ് അവനെ അഡോപ്റ്റ് ചെയ്തതെന്നും പിന്നീട് അവർ തമ്മിൽ പ്രായ വ്യത്യാസം നോക്കാതെ ഹസ്ബൻഡ് വൈഫ് പോലെ ജീവിച്ചിരുന്നതെന്നും ആദ്യമൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. പതിയെ അയൽക്കാരെല്ലാവരും ചീത്തപ്പേരായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ലേഡിയാണെങ്കിൽ സ്പെയിനിലേക്ക് ഒളിച്ചോടിയതാണെന്നും പറയും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം ലോറയ്ക്കാണെങ്കിൽ പതിയൊരു പേടിയൊക്കെ തോന്നും. അന്ന് വൈകുന്നേരം ലോറ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവളാണ് ഞെട്ടിപ്പോവും. അവളാണെങ്കിൽ ഗുസ്താവയുടെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ എന്തൊക്കെയോ അലങ്കോലമായിട്ടൊക്കെ കിടക്കുമായിരുന്നു. അവൾ പതി പേടിച്ച് റൂമിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ മിററിൻ്റെ അകത്ത് ഇവളെ കൊല്ലുമെന്ന് പറഞ്ഞൊരു ഭീഷണി മെസ്സേജ് കാണും. അവൾ പേടിച്ച് എഡാർഡോനെ വിളിക്കും. അവനാണെങ്കിൽ പോലീസുകാരായിട്ട് അങ്ങോട്ട് ചെക്കിങ്ങിനൊക്കെ വരും. പോലീസുകാരെല്ലാം വന്ന് ചെക്കിങ് എല്ലാം പോയി കഴിയുമ്പോഴാണ് ലോറയാണെങ്കിൽ എഡാർഡോട് പതിയെ ഇവളുടെ കൂടെ തന്നെ ഇരിക്കാൻ പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി എഡാർഡോ ആണെങ്കിൽ ലോറയുടെ കൂടെ പതിയെ ആശ്വസിപ്പിച്ച് കിടക്കും. പിറ്റേ ദിവസം ലോറയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ വെച്ച് ഒരു സർജറി ചെയ്യും. പക്ഷേ അവളെ പേടിച്ചൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവൾ കൊടുത്ത് അനസ്തേഷ്യ മാറിപ്പോയായിരുന്നു. അങ്ങനെ ഇവളുടെ ഒരു അശ്രദ്ധ കാരണം ഇവളുടെ ഒരു പേഷ്യൻ്റ് മരിക്കും. വീട്ടിൽ വന്ന ശേഷം ഇവളാണെങ്കിൽ വളരെ വിഷമത്തോട് തന്നെ എഡാർഡോട് ഇവരുടെ കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ട കാര്യമൊക്കെ പറയും. നേരമാണ് എഡാർഡോ പറയുന്നത് ഇനി ഏതായാലും ഇവിടെ ഒരുപാട് ദിവസം നിൽക്കേണ്ട, പതി ഇവർക്കാണെങ്കിൽ ഈ വിഷമമെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു വെക്കേഷന് പോയിട്ട് വരാമെന്ന് പറയും. പിറ്റേ ദിവസം ലോറയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി എല്ലാം റെഡിയാക്കി വരാമെന്ന് പറഞ്ഞ് അവൾ പോകും. എഡാർഡോ വീട്ടിൽ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് ഗുസ്താവ് അങ്ങോട്ട് കയറി വന്ന ശേഷം അവൻ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. ഇതേ സമയം തന്നെ പോലീസുകാരും വെളി വന്നായിരുന്നു. പക്ഷേ ഗുസ്താവ് ആണെങ്കിൽ ഈ ടൈം കൊണ്ട് തന്നെ എഡാർഡോനെ ഒരു റൂമിൽ ഒളിപ്പിച്ച ശേഷം അവന് ഒളിച്ച് നിൽക്കും. പോലീസുകാരാണെങ്കിൽ തൽക്കാലം വീട്ടിൽ ആരും ഇല്ലെന്നോർത്ത് അവിടെ തിരിച്ചു പോവുകയും ചെയ്യും. ലോറയാണെങ്കിൽ ഓഫീസിൽ ചെന്ന ശേഷം അവിടെ ഒരു പേഷ്യൻറ്റിനെ തൽക്കാലം ഒന്ന് ചെക്ക് ചെയ്യും. പിന്നീട് അവൾ വെളിയിലേക്ക് പോയിട്ട് ഒരു മരുന്ന് എടുത്ത് തിരിച്ച് വരുന്ന നോക്കുമ്പോഴത്തേക്കും അവിടെ ഗുസ്താവ് കിടക്കുന്നു. അവനാണെങ്കിൽ അവളെ കൊല്ലാൻ വേണ്ടി ഓടിക്കും. അവൾ ഓടി ഒളിക്കുമ്പോഴാണ് പിടികിട്ടുന്നത് അവൻ അവിടെയുള്ള മിക്ക സ്റ്റാഫുകളെയും കൊന്നെന്നുള്ള കേസ്. അങ്ങനെ ഗുസ്താവാണെങ്കിൽ ഓടിച്ചിട്ട് ലോറനെ പിടിച്ച് അവളെയും ബോധം കെടുത്തും. ലോറ പിന്നീട് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് അവളാണെങ്കിൽ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്നതാണ്. അവനാണെങ്കിൽ ലോറയുടെ മുഖമാണെങ്കിൽ അവളുടെ ഗ്രാൻഡ്മയുടെ പോലെ ഇപ്പോൾ സർജറി ചെയ്താക്കാൻ പോകാമെന്ന് പറയും. അങ്ങനെ അവനാണെങ്കിൽ കത്തി എടുത്ത് വെച്ച് അവളുടെ മുഖം സർജറി ചെയ്ത് കീറി മുറിക്കാൻ വരുമ്പോഴാണ് അങ്ങോട്ട് എഡാർഡോ ഒരു വിധത്തിൽ വന്നിട്ട് അവനെ വെടിവെച്ചിടുന്നത്. അങ്ങനെ ഈ സിനിമയുടെ ഏറ്റവും അവസാനം എഡാർഡോയും ലോറയും തമ്മിൽ ഒരുമിച്ച് പിന്നീട് അവർ സുഖമായിട്ട്